നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാനാപകടം. ഇന്നും ആ ഭീതിയിൽ നിന്ന് രാജ്യം മുക്തമായിട്ടില്ല. കൂട്ടൻ നിലവിളികൾ, കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ, ചിന്നിച്ചിതറിയ മൃതദേഹ അവശിഷ്ടങ്ങൾ, ചോര തളം കെട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങൾ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുമ്പോൾ, അത് കാണുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലാണ്. വിമാനാപകടത്തിൻ്റെ കാരണം എന്താണ്? ഇതുവരെ ഒന്നും സ്ഥിരീകരിക്കുന്ന ഒരു വിവരവും പുറത്തേക്ക് വന്നിട്ടില്ല. പല അഭ്യൂഹങ്ങൾ പല വഴിക്ക് നടക്കുന്നു. പൈലറ്റുമാരുടെ പിഴവാണെന്നും അല്ല അറിഞ്ഞുകൊണ്ട് അപകടം വരുത്തിവെച്ചതാണെന്നും ഒരു വഴിക്ക് ചർച്ചയുണ്ട്. എന്നാൽ സംഭവിച്ചത് ഒരു അപകടം മാത്രമാണെന്നും അല്ല തീവ്രവാദ ആക്രമണമാണെന്നും മറ്റൊരു വഴിക്കൂടെയും ചർച്ചകൾ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. നഷ്ടങ്ങൾ ആ കുടുംബങ്ങൾക്കാണ്. ഇപ്പോൾ വിമാനാപകടത്തിൽ മരണപ്പെട്ട UK പൗരന്മാരുടെ കുടുംബാംഗങ്ങൾ ഇന്ത്യക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ്. വിമാന ദുരന്തത്തിൽ നിയമ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് UK പൗരന്മാരുടെ കുടുംബങ്ങൾ വ്യക്തമാക്കുന്നത്. എയർ ഇന്ത്യ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കില്ല എന്നും കിസ്റ്റോൺ ലോ എന്ന നിയമസ്ഥാപനം മുഖേന ഉടൻ ഹർജി നൽകുമെന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. ബോയിങ്ങിനെതിരെ ലണ്ടനിലും എയർ ഇന്ത്യക്കെതിരെ ഇന്ത്യയിലും കോടതികളെ സമീപിക്കും. കൊല്ലപ്പെട്ട പൈലറ്റുമാരെ ഉന്നമിടുന്നത് ഗൂഢനീക്കമാണെന്ന ആരോപണം ഉയരുന്നു. ബോയിങ്ങിന്റെ എഞ്ചിനിലെ തകരാറോ അറ്റകുറ്റപ്പണിയിൽ എയർ ഇന്ത്യ വരുത്തിയ വീഴ്ചയോ പരിശോധിക്കപ്പെടുന്നില്ല എന്നും ഇവർ ആരോപിക്കുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഫ്യൂവൽ സ്വിച്ചുകളുടെ പരിശോധന നടത്തണമെന്ന US ഏജൻസിയായ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ നിർദ്ദേശം എയർ ഇന്ത്യ പാലിച്ചിരുന്നില്ല എന്നും ഇക്കാര്യമടക്കം അന്വേഷിക്കാതെയാണ് പൈലറ്റുമാരെ കുറ്റപ്പെടുത്തിയുള്ള റിപ്പോർട്ടെന്നും ഇവർ ആരോപിക്കുന്നു. റിപ്പോർട്ട് തെറ്റാണെന്നും അംഗീകരിക്കില്ല എന്നും ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയെയും ബോയിങ് വിമാന കമ്പനിയെയും സർക്കാരിനെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എല്ലാം പൈലറ്റുമാരുടെ കുറ്റമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടെന്ന് കൊല്ലപ്പെട്ട UK പൗരന്റെ സഹോദരൻ അമീൻ സിദ്ദിഖി ആരോപിച്ചു. എയർ ഇന്ത്യ നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ സത്യമാണ് ആദ്യം അറിയേണ്ടതെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും സിദ്ദിഖി പറഞ്ഞു. കൊല്ലപ്പെട്ട മറ്റ് UK പൗരന്മാരുടെ കുടുംബാംഗങ്ങളും UKയിലെ നിയമ വിദഗ്ധരുടെ സഹായത്തോടെ നിയമപരമായി മുന്നോട്ടു പോകുകയാണെന്നാണ് റിപ്പോർട്ട്. പ്രാഥമിക റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നും യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും ലണ്ടനിൽ വിദ്യാർത്ഥിയായിരുന്ന ഗുജറാത്ത് സ്വദേശി സങ്കേത് ഗോസ്വാമിയുടെ പിതാവ് അതുൽ ഗോസ്വാമി ആവശ്യപ്പെട്ടു. അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ പ്രാഥമിക റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയതിന് പിന്നിൽ യന്ത്രത്തകരാർ സംഭവിച്ചോ എന്നത് വിശദമായ അന്വേഷണത്തിൽ പരിശോധിക്കണമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ മുൻ തലവൻ ആവശ്യപ്പെട്ടു. പൈലറ്റുമാരെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന റിപ്പോർട്ടിനെ പാർലമെന്റിൽ ചോദ്യം ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹത്തെ നിയന്ത്രിക്കുന്ന 2 സ്വിച്ചുകളും കട്ട് ഓഫ് പൊസിഷനിലായതിന് പിന്നിൽ പൈലറ്റുമാരാണെന്ന ധ്വനിയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്. കോക്പിറ്റ് റെക്കോർഡറിലെ പൈലറ്റുമാരുടെ സംഭാഷണം മുഴുവൻ പുറത്തുവിടാതെ സംശയം ജനിപ്പിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് റിപ്പോർട്ടിൽ പങ്കുവച്ചിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഫ്യൂവൽ സ്വിച്ചുകളുടെ പരിശോധന നടത്തണമെന്ന US ഏജൻസിയായ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ നിർദ്ദേശം എയർ ഇന്ത്യ പാലിച്ചിരുന്നില്ല. മാർഗനിർദ്ദേശം മാത്രമാണെന്നും നിർബന്ധമില്ലെന്നുമുള്ള എയർ ഇന്ത്യയുടെ വാദം അതേപടി അംഗീകരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല വാൾസ്ട്രീറ്റ് ജേണൽ, റോയിട്ടേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് പുറത്തുവരുന്നതിന് 2 ദിവസം മുൻപേ ഉള്ളടക്കം വാർത്തയാകുകയും ചെയ്തു. പൈലറ്റുമാരെ കരുവാക്കി വിമാന കമ്പനികളെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണെന്ന ആക്ഷേപം പൈലറ്റുമാരുടെ സംഘടന ശക്തമാക്കി. വെള്ളപൂശിക്കഴിഞ്ഞാൽ നിയമ പോരാട്ടങ്ങളിൽ വിമാന കമ്പനികൾക്ക് വിയർക്കേണ്ടി വരില്ല. ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫായതിനു പിന്നിൽ യന്ത്ര തകരാറോ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിൽ വരണമെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ മുൻ തലവൻ അരബിന്ദോ ഹണ്ട വാർത്താ ഏജൻസിയോട് പറഞ്ഞത്. പൈലറ്റുമാരെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ബാലിശമാണ്. കരിപ്പൂർ വിമാന ദുരന്തത്തിലടക്കം ഹണ്ടയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. അതേസമയം പ്രാഥമിക റിപ്പോർട്ടിനെ പ്രതിപക്ഷവും സംശയത്തോടെയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ ചേർന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിൽ അന്വേഷണ സമിതിയുടെ ഘടനയിലടക്കം അതൃപ്തി അറിയിച്ച് വ്യോമയാന മന്ത്രാലയത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. അഹമ്മദാബാദ് ദുരന്തവും അതിനു പിന്നാലെ നടന്ന സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ
സുരക്ഷാ കാര്യങ്ങളിൽ എയർ ഇന്ത്യ, ബോയിംഗ് കമ്പനികളെയും APAC കുറ്റപ്പെടുത്തുകയും റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. വിമാന കമ്പനികളുടെ സുരക്ഷാ പാളിച്ചയിലേക്ക് അന്വേഷണം നീണ്ടാൽ വ്യോമയാന മന്ത്രാലയത്തിനും അത് ക്ഷീണമുണ്ടാക്കും.